സ്വാമി ഹര 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 ഹരോ ഹര 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 ഹരോ. മതി മതി. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഞങ്ങള് പഴനിക്ക് പോകാൻ ഇറങ്ങിയതാ. അയ്യോ പാവം. മങ്കേ കേക്കേ മങ്കേ. വിളിച്ചായിരുന്നാ? വിളിക്കാണ്ട പോലെ വിളിച്ചാലേ അവൾ എഴുന്നള്ളിക്കുള്ളു. ഉള്ളു പാലക്കാട്ടിൽ നിന്ന് തെങ്ങാട്ട് പോണം. എന്നതെന്നത്? അതാ പാലക്കാട്ട് വരെ പോകാണ്ടേ. നിങ്ങൾക്കിത് എന്നാ പറഞ്ഞു? അടുക്കളയിൽ നിന്ന് എന്നാ വിളിച്ചേച്ചും പാലക്കാട്ട് പോകാൻ പോണ? എടീ ഇതുങ്ങൾക്ക് പഴനി പോണം. പാലക്കാട്ട് പോകാണ്ട് വേറെ വഴിയുണ്ടാ? നീ പഴനിയിലെ ആളാണല്ല, പഴനി മങ്ക. പഴനി പോവാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാവേ. ആഹാ അറിയായ. പിന്നെന്താണ് രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങണത്? 200 വീട് തെണ്ടിയേക്കാന്ന് നേർച്ചയുണ്ട്. എന്നത്? 200 വീട് തെണ്ടിയേക്കാമെന്ന് നേർച്ചയുണ്ട്. കണ്ടാ കണ്ടാ നെളിപ്പ് കണ്ട. എന്നെ തെണ്ടിക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞാണ് ഞങ്ങളൊക്കെ നേർച്ച നേരണത്. നിങ്ങൾ തെണ്ടിയേക്കാവുന്ന അത് ദൈവത്തിനിട്ടൊരു വെപ്പല്ലേ, ദൈവദോഷമല്ലേ പളനി. നേർച്ച തരണമെങ്കിൽ താ, ഞങ്ങൾക്ക് പോണം. പൊയ്ക്കോ. ദൈവദോഷികളുടെ കൈ കൊച്ചുവാവ നേർച്ച തരികയില്ല. എനിക്കുള്ള നേർച്ച ഇവ കൊണ്ടുവന്ന് കൊടുത്തോളും. ഇവ ആണ്ടുതോറും പളനി പോണവളാണ്, പഴനിമങ്ക. എടോ പളനി, തെറി വല്ലതുമാണെങ്കിൽ ഒച്ചത്തി പറയടോ, പുതിയതാണെങ്കിൽ പഠിക്കാല്ല. ഹര ഹരോ ഹര ഹര സ്വാമി ഹര ഹര. ഉവ്വ 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 അല്ലേ അവന്റെ ഒക്കെ ഒരു കരകര. അതുങ്ങൾക്ക് എന്നാങ്കിലും കൊടുത്തു വിടേണ്ടതായിരുന്നു. ആഹാ എങ്കിൽ നിനക്ക് കൊടുക്കാൻ മേലായിരുന്ന? നല്ല ശേലായി. എന്നിട്ട് അതുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ തെറി വിളിക്കാനാ? അപ്പ അറിയാല്ല. എങ്കിപ്പോ മങ്കമ്മ പോ, അടുക്കള പോ. ഒവ്വേ ഒവ്വ ഒവ്വ ഒവ്വ. കൊച്ചു വെക്കട്ടെ. ഒവ്വ കടി മരമങ്കെ. നിന്നാണ് പറഞ്ഞറിയാ എടുക്കാൻ? ഓടി വന്നേക്കാണ് ഫോൺ ചെയ്യാൻ. എന്ത് നിശ്ചയാണെന്നറിയായ? നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച? അല്ലോ സാരയില്ല, കൊച്ചുവാവേണേ. ആ ആ ആ നമ്മക്കെടുക്കാം, നമ്മക്കെടുക്കാന്ന്. ആ ഏറ്റന്ന് എടുക്കാം. പുള്ളമേനനാ? ആ പുളുന്താനിവിടെ ഇല്ല, കൊടുത്തു വിടാം. ആ ആ ഇട്ടേക്കട്ടെ. എടോ മറ്റടുത്ത സാറേ, തന്നാടി ഞാൻ എന്നതാണ് പറഞ്ഞത്? മുതലാളി എന്നോട് പറഞ്ഞത്. ആ പറഞ്ഞത് നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണം? ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയതല്ലേ? ആ പോയ എന്നായെങ്കിലും കൊണ്ടുവാ. ഓ പറയടോ. മുതലാളി എന്നോട് പലതും പറയാറുണ്ട്, അതിലേതാണെന്ന് വെച്ചിട്ട്. എടോ തന്റെ കൈ ഞാൻ ഒപ്പിട്ട് തന്ന ചെക്കല്ല എവിടെ? ഓ ചെക്കോ, അത് ഇതിലുണ്ട്. അത് തന്റെ മറ്റടത്ത് വെച്ചിട്ടാ മതിയാ. എടോ അവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഓരോരുത്തന്റെ ആഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ തന്റെ കൈ ചെക്ക് ഒപ്പിട്ട് തന്നത്. അതെ. കാണാഞ്ഞിട്ടൊരു കൂട്ടരുതേ ഇപ്പൊ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ഫോണേ. അത് സാരില്ല മുതലാളി, ഓരോ പാർട്ടിയുടെയും ഇലക്ഷൻ ഓഫീസിൽ ഇന്ന് തന്നെ ചെക്ക് എത്തിച്ചേക്കാം. അതുപോലെ മറക്കരുതും. ആ പിന്നെ ജീപ്പും കാറും ആരിക്കെല്ലാം വേണമെന്ന് ചോദിച്ചണ്ട് പോന്നം. നമ്മുടെ ഉള്ളിടത്തോളം കൂടെ പോരാതെ വന്നാ വാടകക്കെടുത്ത് കൊടുക്കണം. ഇല്ലെന്ന് പറയരുതും. ശരി മുതലാളി. ഓ ഇന്നലെ നമ്മക്കൊരു പുത്തങ്കാർ വന്നിട്ടുണ്ടല്ലോ, എന്നതാണ് അതിന്റെ പേര്? പോരട്ടെ 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 പോരട്ടെ. നാക്കിന്റെ തുമ്പത്തിരിക്കണ്. മെഴ്സിയുടെ ഇറക്കി വീട് മുതലാളി. പോരട്ടെ. പോരട്ടെ പോരട്ടെ പോരട്ടെ. ഒടിഞ്ഞ് പോരട്ടെ. ഒടിഞ്ഞ്
ആ ആ മെനുസസ്. എന്താന്ന് ചിരിക്കണ? മുതലാളി ഇപ്പൊ ഈ പറഞ്ഞത് നമുക്കുള്ളതല്ല, അത് വേറെ പാർട്ടിയുടേതാ. നമ്മുടേതിന്റെ പേര് മെഴ്സിഡസ് ബെൻസ് എന്നാ. ആ എന്നാ കശവിശയെങ്കിലും ആകട്ടെ. താനത് ആരിക്കാണ് കൊടുക്കാൻ പോണത്? അത് മുതലാളിയോട് ചോദിച്ചിട്ട് കൊടുക്കൂ. ആർക്ക് കൊടുക്കണം? എടോ സാറേ, എന്തോ? അടുത്ത മുഖ്യൻ ആരായിരിക്കുമെന്ന് വല്ല പിടിപാട് ഉണ്ടാ? അത് നമ്മുടെ മറ്റേ പുള്ളി തന്നെ ആയിരിക്കും മുതലാളി. ആഹാ. ആ അതിനു വേണ്ടിയല്ലേ അവര് പുള്ളിക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കണേ. ആ എങ്കിലേ പുത്തമ്പണ്ടി പുള്ളിക്കാരന് കൊടുത്താ മതി. ആ വേറെ വല്ലവരിക്കും ഒന്നും കൊണ്ട് കൊടുക്കരുതും. ഒന്നാമത് കൊണ്ടീഷൻ കാറാണ്. അതെ അതെ, എയർ കണ്ടീഷൻ. എയർ കണ്ടീഷൻ. ആ അതന്നെ അതന്നെ. മൂടിക്കൊണ്ട് വരാൻ മേലടി. ദൃഷ്ടിദോഷം ഉണ്ടാവില്ലാടി. ഇങ്ങോട്ട് കാട്ട്. താമല്ലതും കുടിച്ചാടോ? ഓ അത് സാരില്ല. ആ ഇപ്പൊ ഞാൻ കുടിക്കട്ടെ. കുടിക്കാൻ എന്നാങ്കിലും കൊണ്ടുവരട്ടെ. അത്ര വലിയ ദാഹമൊന്നും കാണുകയില്ല. ഉണ്ടാടോ? ഇല്ല. മുടുക്കൻ മുടുമുടുക്കൻ കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കൊച്ചുവാവേ. നിങ്ങ ഇങ്ങനെ കൊച്ചുങ്ങളെ ഉറക്കണത് പോലെ പാടിക്കൊണ്ടിരുന്നാലേ കൊച്ചുവാവ നടക്കണ വഴിക്ക് ഉറങ്ങിപ്പോകും. അത് പോട്ടെ, വല്ലതും കഴിച്ചണ്ടാണ് ഈ വിളിയൊക്കെ വിളിച്ചു കൂട്ടണം. ഒന്നും കഴിച്ചില്ല മുതലാളി. കണ്ടാ വിവരദോഷമല്ലേ കാണിക്കണത്? എടോ സാറേ, തന്നാട് ഞാൻ പറഞ്ഞിട്ടില്ലോടോ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇവരുടെ കാര്യം വേണ്ട പോലെ നോക്കിക്കൊള്ളണമെന്ന്. എന്നിട്ട് താനിത് ആരട? എടോ ഈ വിളിച്ചു വേണതേ ഉമ്മണിത്തെണ്ണുള്ള കാര്യമാണ്, അറിയായ? കൊച്ചുവാവനെ എന്നാ ചെയ്യണമെന്നാണോ ഇവര് വിളിച്ചു പറയണത്? പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് വെച്ചാ? പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം പ്രസാദിപ്പിക്കണം, അങ്ങനെയും പറയാം. അങ്ങനെ ചെയ്യണോന്ന് ഉടയ തമ്പുരാനോട് വിളിച്ച് പറയുകയായിരുന്നു അല്ലേ? അതെ അതെ, അങ്ങനെ ചെയ്യണമെന്ന് മുകളിലോട്ട് പറയായിരുന്നു. ഒരർത്ഥം പറച്ചിലുകാരൻ നടക്കണ്. എടോ താൻ തെങ്ങ കേറിയിട്ടുണ്ടാ? തെങ്ങിലോ? ആ ഉണ്ടല്ലോ. വെടല വിരിക്കാനല്ല, ചെത്താൻ കേറിയിട്ടുണ്ടാ? ചെത്താനോ? ആ ഇല്ലല്ലോ. എന്നാ കൊച്ചുവാവ കേറിയിട്ടുണ്ട് ചെത്താൻ. അല്ല ഫസ്റ്റ് ചെത്തുകാരനായിരുന്നു കേട്ടാ. ഒരു ദിവസം ചെത്താൻ കേറിയില്ലെങ്കിൽ ചെത്തുകാരനും ചെത്തുതെങ്ങിനും എന്തും വേണ്ട എതക്കേടുണ്ടെന്ന് തനിക്കറിയായ? അതിനിടെ വിളിച്ചു പറയുകയും കൂടി ചെയ്താലാ പിന്നെ പറയാനുണ്ടാ? താന്തേ ഇവർക്ക് വയറു നിറച്ച് എന്നാങ്കിലൊക്കെ മേടിച്ചു കൊടുത്തേച്ച് പുറകെ വന്നേര്. ഞാൻ മറ്റേ ഷാപ്പിലുണ്ടാകും. ഇയാൾ എന്ത് മനുഷ്യനാ? ഞാനും അത് തന്നെ ചോദിക്കണേ. ഇയാൾ എന്ത് മനുഷ്യനാ? ഇയാളുടെ പുറകെ നടക്കാൻ സാറിന് നാണാവില്ലേ? ജോലി തരൂ, കൂലി തരൂ, റേഷൻ വാങ്ങാൻ കാശ് തരൂ. ഏറ്റോ? എന്തോന്ന്? ജോലി തരൂ, കൂലി തരൂ, റേഷൻ വാങ്ങാൻ കാശ് തരൂ. ഏറ്റോന്ന് ഞങ്ങളെങ്ങനെ കേൾക്കാനാ? എന്നാ അതേ കേൾക്കണം. ഞാൻ അയാളുടെ പിന്നാലെ നടന്ന് തെറിയേട്ടോളാം. 1-ാം തീയതി തോറും കറക്റ്റായിട്ട് അയാൾ ശമ്പളം തരും. കുട്ടികളെ പോരണം, അതുകൊണ്ടാ. മനസ്സിലായോ? കണ്ടത് സംഭാവന പിരിവുകാരാണ് തോന്നുന്നത്. പിരിവുകാരാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എപ്പോ വരൂന്ന് പറയണം. ഇനി വരികേല, ചത്തുപോയി. ചത്തുപോയെന്നാ? അങ്ങോട്ട് ചെന്ന് നുണ പറഞ്ഞ് പാവം തലയ്ക്ക് വലിച്ചു കയറ്റുന്നത് എന്തിനാ? കുറച്ചു നേരം വിളിച്ചിട്ട് അവരങ്ങോട്ട് പൊക്കോളും. ഹലോ ഫാദറില്ലേ ഇവിടെ? അകത്തുണ്ടല്ലോ. ഒന്നിട്ട് വിളിക്കാമോ? വേണ്ട, അങ്ങോട്ട് എന്നാ മതി. ഇവിടെ വാ. ഞാൻ വന്നാ കുഴയും. നിങ്ങൾ നേരെ കയറി പോയിക്കോ. ചെല്ലട്ടെ. ആ ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പോയല്ലോ. പപ്പായോ? ആര്? എന്തോന്ന്? ആ നമസ്കാരം മുരളി. ആ നമസ്കാരം നമസ്കാരം. ദേ ഇങ്ങാട്ടിരി ഇങ്ങാട്ടിരി. ഒരാള് ദേ അങ്ങാട്ടിരി. ഇങ്ങാട്ടുവാരോ? എന്ത് എന്താ? നെല്ലി താൻ എല്ലാത്തിനെയും കൂടെ വിളിച്ച് മുറി കയറ്റിയ. അപ്പൊ മുതലാളി ഇതിനെ പുറത്തേക്ക് തല നീട്ടിയത് അതല്ലേ കുഴപ്പമായത്? പിന്നെ അവര് വന്നെന്നും പറഞ്ഞ് തല കൊണ്ടിയെന്ന് തണ്ടാം. ഓ പറ്റില്ല പറ്റില്ല. മുതലാളിക്ക് ബുദ്ധിമുട്ടായി കാണും. ഏയ് എന്നാ ബുദ്ധിമുട്ട്?
ഇതിൽ ചിലരെല്ലാം കണ്ടിട്ടുള്ള പോലെ തോന്നണുണ്ടല്ല. കണ്ടു കാണും മുതലാളി. സ്റ്റുഡൻസ് അല്ലേ? ഞങ്ങൾ കോളേജിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ കോളേജ് ഡേ ആണ്. എന്ന് വെച്ചാ വാർഷികം. ഔവ്വ. ഇവിടെ നിന്ന് വലിക്കണം മുതലാളി. അയ്യോ പിന്നെ മറ്റവനായിരിക്കും. അതെ. പിടിച്ചോ പിടിച്ചോ. ഒരെണ്ണം നോക്കുന്നോ? വേറെ ഉണ്ടേ. വേണ്ട വേണ്ട, വാപ്പൻ ചുമക്കും. പിന്നെ എന്നൊക്കെ ഏത് പരിപാടികള്? കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. ആ അപ്പൊ കൂവും കുറുക്കുവിളിയും കാണുമെന്നുള്ളത് കല്ലേക്കിട്ട്. കായിക മത്സരങ്ങളും ഉണ്ട്. ആ അപ്പൊ കല്ലേറും കത്തിക്കുത്തും തകതയിലേതോ ഓ. തിത്തൈ. ഇല്ല. അതൊക്കെ എങ്ങനെ കിടക്കും മുതലാളി? കോളേജ് പിള്ളേരല്ലേ? വാസ്തവം വാസ്തവം, അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. പിള്ളാരല്ലേ. തീർന്നില്ല മുതലാളി. വൈകുന്നേരം ഒരു സമാപന സമ്മേളനം കൂടി ഉണ്ട്. അതായത് ഈ കലാശക്കോട്ട. വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. മുതലാളിയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ്. ആരപ്പാ? പ്രധാന അതിഥി. ആ അത്രയുള്ള. അത്രേ ഉള്ളൂ. ഞങ്ങൾ റോഡിൽ നിന്ന് തന്നെ താലപ്പൊലിയോടുകൂടി മുതലാളിയെ സ്വീകരിച്ചുകൊണ്ട് പോകും. സന്തോഷമായില്ലേ മുതലാളി? ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതൊക്കെ മുമ്പ് ഇതുപോലെ വിളിച്ചണ്ട് പോയവരെയെല്ലാം അവിടെ തന്നെ മൂടിയ അവരുടെ വീട്ടിലാട്ട് കൊടുത്തു വിട്ട? എന്ന് വെച്ചാൽ ഈ താലപ്പൊലിയായിട്ട് അകത്താട്ട് കൊണ്ടുപോണവരെയൊക്കെ പച്ചോല കെട്ടിയാണല്ല പുറത്താട്ട് ഇറക്കണത്. അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ടാ. ദേ ഈ ജാതി ഫലിതങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഔവേ മിസ്റ്റർ കൊച്ചുള്ള, അതേറ്റിരിക്കണ്. അവിടെ എന്നതാണ് ഈ നോക്കണത്? കൊച്ചുവാവതേ ഇവിടെ ഉണ്ട്. അന്തരീക്ഷത്തിൽ ചെന്താമര. വെണ്ടുരുത്തിയിൽ കുന്തിരിക്കം. അതിരിക്കട്ടെ, ഇത് നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ? ആ സാരമില്ല, ചോദിച്ചോ. അതെല്ലാം പോട്ടെ മുതലാളി, നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. മുതലാളിയെ കൊണ്ടുപോകാൻ ഞാൻ കാറുമായിട്ട് വരും. എന്നാത്തിന്? വിളിച്ചണ്ട് പോയേച്ചുവേ ചാക്കിലി കെട്ടിക്കൊടുത്തയക്കാൻ വാപ്പനെ കിട്ടുകയില്ല. മക്കവോ. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവില്ല മുതലാളി. ഈ വർഷം കോളേജ് യൂണിയൻ വേറെ പാർട്ടിക്കാണ്. പക്ഷേങ്കിൽ കൂമ്പ എല്ലാ പാർട്ടിക്കാരുടെ ഒച്ച ഒരുപോലെ ഇരിക്കുവല്ല. അതല്ലേ കുഴപ്പം. ചുരുക്കി പറഞ്ഞ മുതലാളി വരില്ല അല്ലേ? നിങ്ങൾ എന്നിട്ടേ നിങ്ങളെ ഈ പരുവത്തിലാക്കി എടുത്തവരെ വിളിച്ചണ്ട് പോയി ചെരിക്കൊന്ന് പൂശ്. പാപ്പനെ വിട്. പക്ക പോ. വെറും കൺട്രി. പോവാ. വാ നമുക്ക് പോവാ. ഒരു സാധനം. അപ്പളേ ഇങ്ങാട്ട് വന്നേ. ദേ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പോവാനാ. ഇതും കൂടെ എടുത്തണ്ട് പോ. എടോ സാറേ, താനാ കിസ്തളവിനുള്ള കള്ളാസ് എഴുതി വിട്ടാ? ഇല്ല മുതലാളി, ഇന്ന് വിട്ടേക്കാം. ശരിക്ക് തട്ടിയേക്കണം കേട്ടാ. കിസ്തളവ് ചെയ്തു തന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നൊരു ഒരു സൂചന. ആ അതെ, അത് തന്നെ. വെട്ടി തുറന്ന് എഴുതി കളയരുതും. വായിച്ചാ പിടി കിട്ടുകയും വേണം. അതെല്ലാം ഞാൻ ഏറ്റു മുതലാളി. പക്ഷേ ഒരു കുഴപ്പം. 2 ദിവസത്തെ പണിമുടക്കെങ്കിലും നടക്കാതെ കിസ്തളവ് ചെയ്തു തരണമെന്ന് എങ്ങനെ ആവശ്യപ്പെടും? ആ യൂണിയൻകാരോട് പറയടോ 2 ദിവസം ഒന്ന് മുടക്കിത്തരാൻ. ഒരു വക പുത്തമ്പണക്കാരന്റെ വിവരദോഷം എന്നോട് പറയരുത്. ബോധത്തിന് പറയുന്നുണ്ട് അതിലില്ലേ? പൊന്നു മുതലാളി, മാപ്പാക്കണം. അബദ്ധം സംഭവിച്ചു പോയി. ഞാനിപ്പോ എന്നതാണ് ഈ പറഞ്ഞത്? മായയാണോ മന്ത്രമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. എന്റെ മുമ്പിൽ വേറെ ആരോ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല മുതലാളി, എന്റെ ഉള്ളു ശുദ്ധമാണ്. അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. ആ ശരി, പുത്തമ്പണക്കാരന്റെ വിവരദോഷം അല്ലേ? ആ ഇരിക്കടോ. കോലത്തുനിന്ന് ആ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയി. ആര്? കോലത്തെ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയെന്ന്. അതിനിവിടെ തമ്പുരാക്കന്മാരും ഇല്ലല്ല. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണണ്ടാ? ഇതെന്നത് നോട്ടാണ്? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണെന്ന് പറയണത് നേരാണാ? എടോ ഓ സാറോ എന്തോ എഴുന്നേറ്റ് നെല്ലി. നമ്മളെ രണ്ടാളെയും വിത്തരിക്കാൻ പോവുകയാണ് മന്ത്രി മംഗമാമ. പുതിയ എസ്കേസ് മന്ത്രിയാണ്. ഇങ്ങാട്ടിരിയെന്ന് കളിയാക്കൊന്നും വേണ്ട. അമ്മമ്മ ഇതാരപ്പ? എസ്കേസ് ഇൻസ്പെക്ടറാ. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ തുടങ്ങിയ പിന്നെ ആ തമ്പരാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞുകൂടാനൊക്കുവാ. വേറെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് മാറ്റാൻ മേലേ? എടീ,
വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ? എനിക്ക് മേലെ കോലാത്ത വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിൽ ഇട്ട് ചാരായം മാറ്റണം. അതെന്താ അത്ര വലിയ നിർബന്ധം? അത് നീ തന്തക്ക് പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. ആ കോലോ നിൽക്കുന്നിടത്ത് കുളം തോന്നണമെന്നായിരുന്നു കൊച്ചിലെ മുതലുള്ള എന്റെ ഒരാശ. ഓരോരോ ബാലചാബല്യങ്ങളെ. എന്താ? എടീ, എന്റെ അച്ഛനെ വെട്ടിയരിഞ്ഞിട്ട കോലാത്തിട്ട് ഞാൻ ചാരായം വാറ്റും. അതിനാണ് ചോദിച്ച വില കൊടുത്ത് ഞാനത് മേടിച്ചത്. ആ തമ്പുരാട്ടിമാരുടെ ഓഹരി മാത്രം തന്നില്ല. കെട്ടിപ്പിടിച്ചണ്ടിരുന്നോട്ട. ഞാൻ അവിടെ ഇട്ട് ചാരായം വാറ്റ് തുടങ്ങുമ്പോ തമ്പുരാട്ടിമാര് താനേ പുറത്ത് ചാടും. അപ്പൊ ഞാൻ വാറ്റ് നിർത്തും. എന്നിട്ട് ആ കോലാത്തിന് തീയിടും. അത് കഴിഞ്ഞ് അവിടെ ഒരു കുളം കുഴിക്കും. ആ കുളത്തിൽ നിന്ന് ഒരു കൈ വെള്ളം കോരി ഞാൻ കുടിക്കും. എന്നാലേ എന്റെ ഉള്ളൊന്ന് തണുക്കുള്ളൂ. എന്റെ അച്ഛന്റെ ചോര വീണ സ്ഥലാണത്. വിടുകേല കൊച്ചുവാവ.